പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൊടിയത്തൂർ 2ാം വാർഡിൽപ്പെട്ട കൊളായിൽ അഹമ്മദ് കുട്ടി ഹാജി റോഡുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി PMGSY പദ്ധതി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. റോഡിൻ്റെ മണ്ണ് പരിശോധനയും ലൊക്കേഷൻ മാപ്പിംഗും നേരത്തെ പൂർത്തിയാക്കിയാണ് 1 കിലോമീറ്ററോളം വരുന്ന റോഡ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൊടിയത്തൂർ 2ാം വാർഡിൽപ്പെട്ട കൊളായിൽ അഹമ്മദ് കുട്ടി ഹാജി റോഡുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായാണ് PMGSY പദ്ധതി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കിയത്. PMGSY അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ലിമ, മാനസ, ഓവർസിയർമാരായ പ്രഭാഷിണി, രോഹിത് എന്നിവരാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. റോഡിൻ്റെ മണ്ണ് പരിശോധനയും ലൊക്കേഷൻ മാപ്പിംഗും നേരത്തെ പൂർത്തിയാക്കിയാണ് 1 കിലോമീറ്ററോളം വരുന്ന റോഡ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം ഷംലുലത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥലം MP പ്രിയങ്ക ഗാന്ധിയുടെ കത്തടക്കം സിവിൽ സ്റ്റേഷനിലെ ഓഫീസിൽ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇത് നമ്മുടെ PTM ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ വാദി റഹ്മ സ്കൂളിലൊക്കെ പഠിക്കുന്ന 5000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോരുന്നൊരു റോഡ് മാർഗം കൂടിയാണ്. നിലവിലെ ആ 2 സ്കൂളിലേക്ക് 3 മീറ്റർ വീതിയിലെ ചെറിയ 2 റോഡായതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലോക്കാണ്, വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു 8 മീറ്റർ വീതിയും 1 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി വലിയൊരു ആശ്വാസവും പ്രയോജനമാണ് നമ്മളെ നാട്ടുകാർക്ക്. SC കുടുംബങ്ങളടക്കമുള്ള ഒരുപാട് നിരവധി പ്രദേശവാസികൾ ഈ ഏരിയയിലുണ്ട്. അതോടൊപ്പം ഈ റോഡ് നമ്മുടെ ചെറുവാടിയിലേക്ക് ഒരു എളുപ്പമാർഗം കൂടിയാണ്, പൊയിലേക്കാണ് ഇത് മുട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ റോഡ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾക്കും PTM ഹയർ സെക്കൻഡറി സ്കൂൾ, വാദി റഹ്മ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 3000-ഓളം വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന റോഡാണ് കൊളായിൽ അഹമ്മദ് കുട്ടി ഹാജി റോഡ്. നിലവിൽ PTM സ്കൂളിലേക്കുള്ള റോഡ് ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. പുതിയ റോഡ് വരുന്നതോടെ ഈ പ്രശ്നത്തിനും പരിഹാരമാകും. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 33 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡിൻ്റെ 1ാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ റോഡിൻ്റെ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് നടന്നത്. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ തുടങ്ങിയവർ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. കവിത, വൈസ് പ്രസിഡന്റ് സുജ ടോം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അഹമ്മദ് കുട്ടി പൂളത്തൊടി, കസ്ന ഹമീദ്, ആയിഷ ചാലപ്പുറം, പഞ്ചായത്ത് അംഗങ്ങളായ MP ജുമൈല, SA നാസർ, TP ഷറഫുദ്ദീൻ, മുഹമ്മദ് യൂസഫ്, പ്രേമ കോട്ടമ്മൽ, പഞ്ചായത്ത് സെക്രട്ടറി OA അൻസു, നാട്ടുകാരായ MA അബ്ദുറഹ്മാൻ, MA അബ്ദുൽ അസീസ് ആരിഫ്, മുഹമ്മദ് അലി, സലീം കൊളായിൽ, KT സലീം, മുഹമ്മദ് കൊളായിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.